Hi, my dear students. Welcome to Mathematics Online Classes. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങി, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് മാത്സിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് n, വേർ n ഈസ് എ നാച്ചുറൽ നമ്പർ. ഒരു നാച്ചുറൽ നമ്പർ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ മെത്തേഡാണ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് സ്റ്റെപ്പ്. പി ഓഫ് 1 നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് n എന്നെടുത്ത് പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ദെൻ പി ഓഫ് k ട്രൂ ആണെങ്കിൽ പി ഓഫ് k പ്ലസ് 1 എന്താണെന്ന് എടുക്കുന്നു, ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ പോവാണ്. എക്സാമ്പിൾ 3 നോക്കി, എന്താണ് എക്സാമ്പിൾ 3 പറഞ്ഞിരിക്കുന്നത്? 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 etc. plus 1 by n into n plus 1 equal to n by n plus 1. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്. പി ഓഫ് n 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 etc. plus 1 by n into n plus 1 equal to എന്തെന്ന് പ്രൂവ് ചെയ്യണം, n by n plus 1. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇപ്പൊ ഈക്വൽ സിമ്പിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ആ മെത്തേഡിലാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. എളുപ്പമാണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർ n ഈക്വൽ ടു 1 പി ഓഫ് 1 എന്ത് വരും? ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം മാത്രം എടുക്കുക. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം മാത്രം എടുക്കുക. 1 by 1 into 2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിൻ്റെ അടുത്ത് 1 കൊടുത്താൽ 1 by 1 plus 2. അപ്പോൾ ഇതെന്ത് വരും? 1 by 1 into 2 2 ഈക്വൽ ടു 1 by 1 plus 1 2. അപ്പോൾ പി ഓഫ് 1 നമ്മൾ വാല്യൂ കൊടുത്ത് നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. അതുകൊണ്ട് നമുക്ക് പറയാം പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? ഫോർ n ഈക്വൽ ടു k, എന്നിന്റെ വാല്യൂ k ആയിട്ട് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് പറയാണ് ലെറ്റ് പി ഓഫ് k എന്ത് വരും? പി ഓഫ് k 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by k into k plus 1 equal to k by k plus 1 is true. അപ്പോൾ പി ഓഫ് k ഞാൻ എന്തായിട്ട് എടുത്തു? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? പി ഓഫ് k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതായത് പി ഓഫ് k plus 1 എടുക്കുക, ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്ത് കൊണ്ടുവരിക. എന്തിലോട്ട് മാറ്റുക? റൈറ്റ് സൈഡിൽ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ k കിടക്കുന്നിടത്ത് k plus 1 വരുന്ന രീതി കിട്ടണം. അപ്പൊ ഇവിടെ നോക്കിയേ, k കിടക്കുന്നിടത്ത് k plus 1 വരുമ്പോൾ ന്യൂമറേറ്റർ എന്താ? k plus 1 ആവണം. ഡിനോമിനേറ്റർ എന്താവണം? k plus 1 ആണ്. ഒന്നുകൂടെ കൂട്ടുക, k plus 1 കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ k plus 2. ഓക്കെ, അപ്പൊ പി ഓഫ് k plus 1 ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ലെഫ്റ്റ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് സൈഡ് എന്താ? 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 etc. plus 1 by k into k plus 1 plus ഒരു ടേം കൂടെ എക്സ്ട്രാ എടുക്കുക. ഏത് ടേമാ? k plus 1 കൂടെ വരണ്ടേ? എങ്ങനെ വരും? 1 by k എന്നുള്ളത് k plus 1 ഒന്ന് കൂട്ടി. ഇവിടെ k plus 1 അല്ലേ, ഒന്നുകൂടി കൂട്ടി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? k plus 2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ദാ ആദ്യം കിടക്കുന്ന ഇത്രയും ടേം, ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കി കിടക്കുന്ന ടേം എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്? k by k plus 1 ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട്. പ്ലസ് ഇനി ലാസ്റ്റ് ടേം എന്താ? 1 by k plus 1 into k plus 2. ഓക്കെ, ഇതിനി സോൾവ് ചെയ്ത് കൊണ്ടുവരണം. എങ്ങനെ സോൾവ് ചെയ്യാം? ദാ ഇവിടെ k plus 1 ഡിനോമിനേറ്ററിലുണ്ട്, ഇവിടെയും എന്തുണ്ട്? k plus 1. സോ ഞാൻ 1 by k plus 1 കോമൺ ആയിട്ട് എടുക്കുന്നു.
ഡിനോമിനേറ്ററുള്ള കെ പ്ലസ് വണ്ണിന് എടുത്തു, ബാലൻസ് ഇവിടെ എന്തേ ഉള്ളൂ കെ പ്ലസ്, ഇവിടെ കെ പ്ലസ് വൺ എടുത്താൽ ബാലൻസ് എന്തുണ്ട് 1/k+2. ഓക്കെ, അപ്പൊ 1/k+1 ഇൻറ്റു ഇവിടെ ബൈ 1 ഇട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ k ഇൻറ്റു k+2, k ഇൻറ്റു k സ്ക്വയർ പ്ലസ് k ഇൻറ്റു 2k പ്ലസ് 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു k+2 എന്ത് കിട്ടും k+2. ഓക്കെ, ബാലൻസ് നോക്കാം. അപ്പോൾ 1/k+1 ഇൻറ്റു k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. എന്താണ് k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1? നിങ്ങൾ x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 കണ്ടിട്ടുണ്ടാവും. x പ്ലസ് 1ന്റെ എക്സ്പാൻഷൻ. ഇവിടെ x-ന്റെ അടുത്ത് k അല്ലേ, ഇപ്പൊ എങ്ങനെ എടുക്കാതെ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ദാ ഈ കൊടുത്തിരിക്കുന്നത് k പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. a പ്ലസ് b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തെടുക്കുന്നു k പ്ലസ് 2 ആക്കുന്നു. ഈ k പ്ലസ് 1ഉം ദാ ഇവിടുത്തെ സ്ക്വയറും കൂടെ കട്ട് ചെയ്തു. k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ, അതിലൊരു k പ്ലസ് 1ഉം ദാ ഈ k പ്ലസ് 1ഉം കൂടെ കട്ട് ചെയ്തു. ബാലൻസിന് ന്യൂമറേറ്ററിൽ എന്തുണ്ട് k പ്ലസ് 1, ഡിനോമിനേറ്ററിൽ എന്തുണ്ട് k പ്ലസ് 2. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ p ഓഫ് k പ്ലസ് 1 അല്ലേ, എന്ത് കിട്ടി k പ്ലസ് 1/k പ്ലസ് 2. അത് p ഓഫ് k യുടെ കേസിൽ k യുടെ കൂടെ 1 ആഡ് ചെയ്ത എഫക്റ്റ് അല്ലേ, k/k പ്ലസ് 1. ഇവിടെ അത് എന്തായിട്ട് മാറി k പ്ലസ് 1/k പ്ലസ് 2. ഓക്കെ ആണല്ലോ. therefore നമുക്ക് എന്ത് പറയാം p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ. therefore എന്ത് പറയാം p ഓഫ് n ഈസ് ട്രൂ. അപ്പോൾ p ഓഫ് k പ്ലസ് 1 ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ p ഓഫ് 1 ട്രൂ ആയി, p ഓഫ് k ട്രൂ എന്നെടുത്ത് p ഓഫ് k പ്ലസ് 1 എന്തെന്ന് പ്രൂവ് ചെയ്തു, ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അതിൽ നമുക്ക് പറയാം p ഓഫ് n ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ p ഓഫ് k പ്ലസ് 1 സോൾവ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതൊന്ന് പഠിച്ചെടുത്ത് വെച്ചാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ n പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n ഈസ് ഡിവിസിബിൾ ബൈ 4. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ ഈക്വൽ വരുന്ന ചെയ്തു, പിന്നെ ഇൻഇക്വാലിറ്റി വരുന്ന ചെയ്യുന്നു. അടുത്ത കേസിലോട്ട് പോവാണ് ഡിവിസിബിൾ ബൈ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ, p ഓഫ് n എന്തായിരിക്കും 7 raised to n minus 3 raised to n ഈസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ഏതൊക്കെയാ, p ഓഫ് 1 പ്രൂവ് ചെയ്യണം ട്രൂ ആന്ന്, p ഓഫ് k ട്രൂ ആന്ന് എടുത്തുകൊണ്ട് p ഓഫ് k പ്ലസ് 1 ട്രൂ ആന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ കേസിലോട്ട് വരാം. p ഓഫ് 1 മീൻസ് n ഈക്വൽ ടു 1. p ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും, p ഓഫ് 1 7ന്റെ പവർ 1 ആവും, മൈനസ് 3യുടെ പവർ 1 ഈക്വൽ ടു 7 മൈനസ് 3 ഈക്വൽ ടു 4. അപ്പൊ എന്ത് പറയാം, 4 ഈസ് ഡിവിസിബിൾ ബൈ 4. ശരിയല്ലേ, 4നെ നമുക്ക് 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തൂടെ. അപ്പൊ n-ന്റെ അടുത്ത് 1 കൊടുത്തപ്പോൾ നമുക്ക് p ഓഫ് 1 എത്രയെന്ന് കിട്ടി, 4 എന്ന് കിട്ടി. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം, p ഓഫ് 1 ഈസ് ട്രൂ. p ഓഫ് 1 എന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് മാറി, ട്രൂ ആയിട്ട് മാറി. ഇനി അടുത്ത് നമുക്ക് എന്തിലോട്ട് പോവാം, p ഓഫ് kയിലും p ഓഫ് k പ്ലസ് 1ലോട്ടും പോവാം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത കേസിലോട്ട് പോവാണ്. സെക്കൻഡ് കേസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, n ഈക്വൽ ടു k എന്ന് എടുക്കുന്നു. ലെറ്റ് p ഓഫ് k മീൻസ് 7 raised to k minus 3 raised to k ഈസ് ഡിവിസിബിൾ ബൈ 4. ഈ സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ 7 raised to k minus 3 raised to k നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ മീനിങ് എന്താ, 7 raised to k minus 3 raised to k is multiple of 4.
ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇതെന്ന് പറയുന്ന 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഞാൻ 4m എന്നെടുത്തു. 7 raised to k minus 3 raised to k equal to 4m. m ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പൊ ഇത് നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള 4ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ അതിന്റെ ജനറൽ ഫോം എന്താ? 4n. 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 5n. അപ്പൊ ഇവിടെ ഞാൻ n-ന്റെ സ്ഥാനത്ത് എന്തെന്ന് എടുത്തു? m. ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ 7 raised to k minus 3 raised to k equal to 4m. റീസൺ p of k എന്ത് സ്റ്റേറ്റ്മെന്റ് എന്നാണ് എടുക്കുന്നത്? ട്രൂ എന്നാണ് എടുക്കുന്നത്. അപ്പൊ 7 raised to k minus 3 raised to k എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഏത് നോക്കാം? p of k plus 1 നോക്കാം. p of k plus 1 എന്ത് വരും? k കിടക്കുന്നിടത്ത് k plus 1 എടുക്കുക. അപ്പൊ 7 k raised to k plus 1 minus 3 raised to k plus 1. ഇത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറ്റിയെടുക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റിയെടുക്കണം. ഓക്കെ, അതിന് ചെയ്യുന്ന മെത്തേഡ് നോക്കുക. 7 into 7 raised to k. ശരിയാണോ? ഇതിപ്പോ നമുക്ക് ഏത് രീതിയിൽ എഴുതാം? a raised to m plus n. ഇപ്പൊ a raised to m into a raised to n. ആ ഒരു ഫോമിൽ മാറ്റി. അപ്പൊ 7 raised to k into 7 raised to 1. ആ 7 ആദ്യം എഴുതി. മൈനസ് ഇവിടെ അതിനൊക്കെ എങ്ങനെ എഴുതാം? 3 raised to k into 3. അപ്പൊ 3 into 3 raised to k. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് 7 into 7 raised to k യിൽ നിന്ന് ഒരു 3 into 7 into 3 raised to k മൈനസ് ചെയ്യുന്നു. 3 into 7 raised to k എടുത്താലും മതി. ഞാൻ എന്ത് ചെയ്യാണ്? 7 into 3 raised to k മൈനസ് ചെയ്യാണ്. അഡീഷണൽ ആയിട്ട് ഒരു ടേം കൊടുത്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇവിടെ 2 7 ആണ്, ഇവിടെ 2 എന്താണ്? 3 ആണ്. അഡീഷണൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് 7 ആയിരിക്കണം, ഒന്ന് 3 ആയിരിക്കണം. ഇത് തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് 7 അടുത്ത് 3 തിരിഞ്ഞു പോയാലും പ്രശ്നമില്ല. ഇനി ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തൊരു സാധനമല്ലേ, വാല്യൂ മാറാതിരിക്കണമെങ്കിൽ. ഇപ്പൊ ഇവിടെ മൈനസ് കൊടുത്തു, വാല്യൂ മാറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതേ ടൈം ആഡ് ചെയ്യണം. അപ്പൊ ഇത് മൈനസ് ഇത് പ്ലസ് നമുക്ക് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ മുകളിലത്തെ അതേ സാധനം കിട്ടത്തില്ലേ? മൈനസ് ബാലൻസ് എന്തുണ്ട്? 3 into 3 raised to k. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടൈം അതുപോലെ എഴുതി. ദെൻ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു ടൈം മൈനസ് ചെയ്തു. ആ ടൈം എങ്ങനെ കണ്ടുപിടിച്ചത്? ഇവിടെ 2 7, ഇവിടെ 2 3. അപ്പോൾ ഒരു ടൈം 7, ഒരെണ്ണം 3 എന്ന് എടുക്കുക. എന്താണോ ഇവിടെ മൈനസ് ചെയ്യുന്നത് അതേ ടൈം ഇവിടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പിന്നെ ബാലൻസ് ഉള്ള ടൈം എഴുതി. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 7. അപ്പൊ 7 കോമൺ ആയിട്ട് എടുത്താൽ 7 raised to k മൈനസ് 3 raised to k പ്ലസ് ഈ രണ്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 3 raised to k കോമൺ ആയിട്ട് എടുക്കാം. ബാലൻസ് എന്താ ഉള്ളത്? 7 മൈനസ് 3 ഈക്വൽ ടു 7 into 7 raised to k മൈനസ് 3 raised to k. അതെന്താ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? 4m പ്ലസ് 3 raised to k into 4. ശരിയാണോ? അപ്പൊ നമുക്ക് രണ്ട് ടേം കിട്ടിയിട്ടുണ്ട്. 7 into 4 raised to m പ്ലസ് 3 raised to k into 4. ഇത് രണ്ടിൽ നിന്നും എനിക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 4 കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? 4 into ഇവിടെ ഇനി ബാലൻസ് 7ഉം m. അപ്പൊ 7m പ്ലസ് ഇവിടെ ഇനി ബാലൻസ് എന്തുണ്ട്? 3 raised to k. അപ്പോൾ നമുക്ക് ചെയ്ത് വന്നപ്പോൾ p of k plus 1 എങ്ങനെ മാറി? 4 into 7m plus 3 raised to k. ഇത് മൊത്തത്തിൽ ഞാൻ മറ്റൊരു കോൺസ്റ്റന്റ് എടുക്കുകയാണ് q. m ഏതോ നമ്പറാണ്, kയും ഏതോ നമ്പറാണ്. അപ്പം 7 കൊണ്ട് ഗുണിച്ചിട്ട് 3യുടെ പവറൊക്കെ എടുത്താൽ അത് ഒരു നമ്പർ തന്നെയല്ലേ കിട്ടുക. ഇത് രണ്ടും ഒരു നമ്പർ വാല്യൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ ഇത് മൊത്തത്തിൽ സോൾവ് ചെയ്യുമ്പോഴും നമുക്കൊരു നമ്പർ തന്നെയല്ലേ കിട്ടുന്നത്. ആ നമ്പർ ഞാൻ എന്തെന്നെടുത്തു? q. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറുന്നു? 4q. അപ്പൊ നമ്മൾ p of k plus 1 എടുത്ത് വന്നപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 4q എന്ന് കിട്ടി. 4m 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ 4qവും എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4. ഈ കിട്ടിയ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ p of k plus 1 7k raised to k plus 1 മൈനസ് 3 raised to k plus 1 എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ p of k plus 1 എന്തായിട്ട് മാറി? p of k plus 1 is true.
പി ഓഫ് വണ്ണും ട്രൂ ആയി, പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആയി. therefore അല്ലെങ്കിൽ ഹെൻസ് നമുക്ക് എന്ത് പറയാം? പി ഓഫ് എൻ ഈസ് ട്രൂ. അപ്പൊ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ എക്സസൈസിൽ കിടപ്പുണ്ട്. എക്സസൈസിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 23, എക്സസൈസ് 4.1, അതിലെ 23rd ക്വസ്റ്റ്യൻ. ഇതേ മോഡലാണ്. 7 3 കെയും മാറിയിട്ട് 41 ഉം 40 ഉം വരും. അതായത് ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, വ്യത്യാസം ഇതാണ്. ഏഴിൻ്റെ അടുത്ത് 41 മൈനസ് 14 ഈസ് ഡിവിസിബിൾ ബൈ 27. ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? ഡിവിസിബിൾ. ക്വസ്റ്റിന് മൾട്ടിപ്ലൈ എന്താ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 41 മൈനസ് 40 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 27. ഡിവിസിബിൾ ബൈ 27 എന്ന് പറയുന്നതും മൾട്ടിപ്പിൾ ഓഫ് 27 എന്ന് പറയുന്ന ഒരേ മീനിങ് ആണ്. ഓക്കെ. അപ്പൊ ഇത് ചെയ്ത അതേ മോഡലിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ ആണ്? എക്സസൈസ് 4.1 23rd ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഏത് ക്വസ്റ്റ്യൻ ആണ്? എക്സസൈസ് 4.1 23rd ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 5th ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 5. Prove that 1 plus x whole raised to n is greater than or equal to 1 plus nx for all natural numbers n where x is greater than -1. x ന്റെ വാല്യൂ -1 ഗ്രേറ്റർ ആണ്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? 1 plus x raised to n 1 plus x raised to n is greater than or equal to 1 plus nx. കണ്ടീഷൻ എന്താണ്? x ഗ്രേറ്റർ ദാൻ -1. x ന്റെ വാല്യൂ -1 കൂടുതലായിരിക്കണം. 1 plus x the whole raised to n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus nx എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈക്വൽ സിമ്പിൾ അല്ല വന്നിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. വീണ്ടും ഇൻഇക്വാലിറ്റി വരുന്നു. അപ്പൊ ഇൻഇക്വാലിറ്റി വരുമ്പോൾ നമ്മൾ സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്യേണ്ടി വരും അവസാന സെക്ഷനിൽ എത്തുമ്പോൾ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് തന്നെയാണ്? n ഈക്വൽ ടു 1, p of 1. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് p of n എന്ന് എടുക്കാം. p of 1 എന്ത് വരും? 1 plus x whole raised to 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus x. അപ്പൊ ഇതെന്ത് വരും? 1 plus x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus x. ശരി തന്നെയല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കണം? റൈറ്റ് സൈഡിനേക്കാൾ ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു എന്ത് വരണം? റൈറ്റ് സൈഡ് വരണം. അതാണ് ഈ സിമ്പലിന്റെ മീനിങ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിനേക്കാൾ ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ ഈക്വൽ കണ്ടീഷൻ വരുന്നുണ്ട്. നോക്കി, 1 plus x ഈക്വൽ ടു 1 plus x. ഏതെങ്കിലും ഒരു കണ്ടീഷൻ മതി. ഒന്നെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഈക്വൽ വരുന്നുണ്ടല്ലോ. therefore നമുക്ക് എന്ത് പറയാം? p of 1 is true. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ സിമ്പിളിന്റെ മീനിങ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ലെഫ്റ്റ് സൈഡ് ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? p of 1 is true. p of 1 ഏത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തു? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? p of k ട്രൂ ആണെന്ന് എടുത്തുകൊണ്ട് p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസിലോട്ട് പോവാം. രണ്ടാമത്തെ കേസ് എന്താണ്? n ഈക്വൽ ടു എന്തെന്ന് എടുക്കുന്നു? k. ലെറ്റ് p of k ഈക്വൽ ടു എന്ത് വരും? 1 plus x raised to k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus kx. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് എടുക്കുന്നു. ഈസ് ട്രൂ. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? ഇപ്പൊ p of k plus 1 കണ്ടുപിടിക്കണം. അതിന് ഇൻഇക്വാലിറ്റി വരുന്ന കേസിൽ നമുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് വേറൊന്നുമല്ല. ഇവിടെ 1 plus x raised to k എന്നുണ്ട്. ഈ k എന്നുള്ളത് k plus 1 ആക്കണ്ടേ?
അതിന് ലെഫ്റ്റ് സൈഡിൽ 1 പ്ലസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്തുകൊണ്ടാ? അവിടെ 2k ആയതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 1 പ്ലസ് x k ആയതുകൊണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 1 പ്ലസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെയിം സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് kx ഇൻറ്റു 1 പ്ലസ് എക്സ്. ഓക്കെ ആണല്ലോ. ഇതെന്ത് വരും? ഇതിന്റെ പവർ 1. ഇതും സെയിം അല്ലേ? അപ്പൊ ഇത് a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n ഫോമിലല്ലേ? എന്താ a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n? a റൈസ് ടു a അടുത്ത് 1 പ്ലസ് എക്സ് റൈസ് ടു m പ്ലസ് n, m അടുത്ത് k പ്ലസ് n അടുത്ത് 1. അപ്പൊ ലെഫ്റ്റ് സൈഡ് k പ്ലസ് 1 ആയി. ഇനി റൈറ്റ് സൈഡിലോട്ട് പോവാം. റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് ആയിട്ടല്ലേ കിടക്കുന്നേ? കയറി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് k ഇൻറ്റു എക്സ് kx പ്ലസ് kx ഇൻറ്റു kx ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലോട്ട് പോകുന്നത്. എക്സിന്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ശരിയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. മീൻസ് രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യും. ഇവിടെ എക്സ് 1 ആഡ് ചെയ്താൽ എക്സ് പ്ലസ് 1, -1ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 0. എക്സ് പ്ലസ് 1 എപ്പോഴും എന്താണ്? ഒരു പോസിറ്റീവ് വാല്യൂ. ഈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അവസാനം കിടക്കുന്ന ടേം കണ്ടോ? kx². ഓക്കെ, ആ ടേം ഇതിന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 1 പ്ലസ് എക്സ് പ്ലസ് kx പ്ലസ് kx² എന്ന് കിട്ടിയില്ലേ? ഈ വാല്യൂ എപ്പോഴും എന്തിനേക്കാൾ ഹൈ ആയിരിക്കും? 1 പ്ലസ് എക്സ് പ്ലസ് kxനേക്കാൾ ഹൈ ആയിരിക്കും. ഇവിടെ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് അതാണ്. ഈ ഒരു വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ കേസിൽ എക്സ് പ്ലസ് 1 ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ലെഫ്റ്റ് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന് ഏത് അവോയ്ഡ് ചെയ്താൽ? kx² അവോയ്ഡ് ചെയ്താൽ പുതിയതായിട്ടൊരു നമ്പർ കിട്ടത്തില്ലേ? ആ നമ്പർ എന്താ? 1 പ്ലസ് എക്സ് പ്ലസ് kx ഇതിനേക്കാൾ ചെറുതായിരിക്കും. റീസൺ എക്സ് പ്ലസ് 1 ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. കാര്യം ഇതിനേക്കാൾ ചെറിയൊരു വാല്യൂ ആണ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് പ്ലസ് kx. ഇൻഇക്വാലിറ്റി വരുന്ന കേസിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അത്. അതായത് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന എന്താണോ അതിനേക്കാൾ ചെറിയ ഒരു വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. എന്തിനാ റീപ്ലേസ് ചെയ്യുന്നത്? നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 1 പ്ലസ് എക്സ് k പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏത് ടൈം അവോയ്ഡ് ചെയ്യണ? kx² അവോയ്ഡ് ചെയ്തു. ഇൻഇക്വാലിറ്റി ആയതുകൊണ്ടാണ് ഇതിനേക്കാൾ ചെറിയ ഒരു നമ്പർ എടുത്തു. അപ്പൊ എന്ത് വരും? 1 പ്ലസ് എക്സ് റൈസ് ടു k പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ്. ഇതിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? എക്സ് കോമൺ ആയിട്ട് എടുക്കാം. ഇതിൽ നിന്ന് എക്സ് എടുത്താൽ 1, ഇതിൽ നിന്ന് എക്സ് എടുത്താൽ k. അപ്പൊ k പ്ലസ് 1 ഇൻറ്റു എക്സ്. ശരിയല്ലേ? ഇനി ഇതും പി ഓഫ് കെ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. പി ഓഫ് കെ 1 പ്ലസ് എക്സ് റൈസ് ടു കെ. പി ഓഫ് കെ പ്ലസ് 1 വന്നപ്പോൾ 1 പ്ലസ് എക്സ് റൈസ് ടു കെ പ്ലസ് 1. റൈറ്റ് സൈഡ് 1 പ്ലസ് കെ എക്സ്. ഇവിടെ റൈറ്റ് സൈഡ് എന്തായി? 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ്. അപ്പൊ കെ കംപ്ലീറ്റ് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? കെ പ്ലസ് 1 വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ആക്കാനാണ് ഞാൻ ഇവിടെ ഏത് അവോയ്ഡ് ചെയ്തത്? kx² അവോയ്ഡ് ചെയ്തത്. അത് സിമ്പിൾ ലോജിക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത് ഏത് കേസിലും മാത്രമേ നടക്കത്തുള്ളൂ? ഇൻഇക്വാലിറ്റീസ് വരുന്ന കേസിൽ മാത്രം ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഹെൻസ് എന്ത് പറയാം? പി ഓഫ് എൻ ഈസ് ട്രൂ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം പി ഓഫ് എൻ എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സാമ്പിൾ 6 പ്രൂവ് ദാറ്റ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. എക്സാമ്പിൾ 6 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് 2 into 7 raised to n plus 3 into 5 raised to n minus 5 is divisible by 24. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. പി ഓഫ് എൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇത്
ഡിവിസിബിൾ ബൈ 24 ആണ് എന്ന് പ്രൂവ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന സംഭവം എപ്പോഴും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യുക. മീൻസ് ഇതിനെ ഈ കൊടുത്തിരിക്കുന്ന സംഭവം ഏതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി? 24ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. രണ്ട് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോർ n ഈക്വൽ ടു 1 p ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും? n കിടക്കുന്നിടത്തുള്ള 1 ഇട്ടോട് 2 into 7 raised to 1 plus 3 into 5 raised to 1 minus 5. 7 raised to 1 7 into 2 14 plus 5 raised to 1 5 into 3 15 minus 5 equal to 15 5 കുറച്ചാൽ 10 10 14 കൂടെ കൂട്ടിയാൽ 24. അപ്പോൾ p ഓഫ് 1 എടുത്തപ്പോൾ എന്ത് കിട്ടി? 24. ഇതേ നമ്പർ തന്നെയല്ലേ കിട്ടിയത്? therefore നമുക്ക് എന്ത് പറയാം? p ഓഫ് 1 ഈസ് ട്രൂ. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ p ഓഫ് 1 എന്തായിട്ട് മാറി? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി. ഇനി സെക്കൻഡിലോട്ട് പോവാം. എന്താ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് എന്താണ്? ഫോർ n ഈക്വൽ ടു k. അപ്പോൾ p ഓഫ് k എന്ത് വരും? 2 into 7 raised to k plus 3 into 5 raised to k minus 5 is divisible by 24. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എടുക്കുന്നു. p ഓഫ് k 2 into 7 raised to k plus 3 into 5 raised to k minus 5 is divisible by 24. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 into 7 raised to k plus 3 into 5 raised to k minus 5 equal to 24 m. ഓക്കെ, തൊട്ട് മുമ്പേ 4ന്റെ കേസ് നമ്മൾ 4 എന്ന് എഴുതിയ കണക്ക് ഇവിടെ 24 വന്നപ്പോൾ എന്തെന്ന് എഴുതി? 24 m എന്ന് എഴുതി. ഇനി ഇത് ഏതിൽ ശരിയാണെന്ന് ചെക്ക് ചെയ്താൽ മതി. p ഓഫ് k plus 1. അതായത് ഇവിടെ k യുടെ അടുത്ത് ഞാൻ k plus 1 കൊടുത്ത് ചെയ്തു വരുമ്പോൾ അതും എന്തിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം? 24ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് ചെയ്യാൻ പോവാണ്? p ഓഫ് k plus 1 എന്ത് വരും? 2 into 7 raised to k plus 1 plus 3 into 5 raised to k plus 1 minus 5. ഇത് എന്തിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക? 24ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 7 raised to k plus 1 നടക്കുന്നുണ്ടോ? അതിനെ 2 into 7 into 7 into 7 raised to k എന്ന് എഴുതി. ശരിയല്ലേ? 7 raised to k plus 1നെ 7 raised to k into 7 എന്ന് എഴുതാം. ആ 7 ഇങ്ങോട്ട് മാറ്റി എഴുതി. പ്ലസ് അതുപോലെ ഇവിടെ എങ്ങനെ എഴുതാം? 3 into 5 raised to k minus 5. ഓക്കെ, 2 into 7 into 7 raised to k plus 3 into 5 into 7 raised to k minus 5 എന്ന് എഴുതി. ഇനി ആദ്യം കിടക്കുന്ന ടേം ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പോവാം. ആദ്യം കിടക്കുന്ന ടേമിനെ ഞാനൊന്ന് മാറ്റിയെടുക്കാൻ പോവാണ്. എങ്ങനെയെന്ന് നോക്കിക്കോളാം. ഈ 7 ഞാൻ ഇനി പുറത്തെടുത്തു. ഫസ്റ്റ് ടേമാണ്. അടുത്ത രണ്ട് ടേമിനെ ഒന്നും ചെയ്യുന്നില്ല. ആദ്യത്തെ ടേമിനെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. 7 ഇനി എടുത്തു. ബാലൻസിന് എന്താ ഉള്ളത്? 2 into 7 raised to k. ഓക്കെ ആണല്ലോ. ഇതിന്റെ കൂടെ ഇപ്പോൾ 2 raised to the p of k യിലെ 2 into 7 raised to k ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രണ്ട് വാല്യൂ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. മീൻസ് പ്ലസ് 3 into 5 raised to k minus 5. ഇതല്ല എടുത്തിരിക്കുന്നത്, ഇത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. വാല്യൂ മാറരുത്. വാല്യൂ മാറാതിരിക്കാൻ എന്ത് ചെയ്യുക? -3 into 5 raised to k plus 5 കൂടി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഇതിൽ നിന്ന് 7 പുറത്തെടുത്തു, പിന്നെ 2 7 raised to k ഇട്ടു, ദെൻ p of k യിലുള്ള ഈ രണ്ട് ടേം കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാല്യൂ മാറാതിരിക്കാൻ അതേ ടേം എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഇനി ബാലൻസ് എന്തുണ്ട്? പ്ലസ് ഇവിടെ 3 into 5 15 5 raised to k minus 5. ഓക്കെ ആണല്ലോ. ഇനി ഒന്ന് നോക്കിക്കോണേ. ഈ കിടക്കുന്ന ടൈം കണ്ടോ? ഇത്രയും ടൈം ഈക്വൽ ടു ഞാൻ 24 m എന്ന് എഴുതിയിട്ടില്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റാം? 7 into 24 m minus 3 into 5 raised to k plus 5. ബാലൻസ് 15 5 raised to k minus 5. ഓക്കെ, ഇനി ഈ 7 അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്തോ. എന്ത് കിട്ടും? 7 into 24 m minus 7 into 3 21
5 raised to k plus 7 into 5 35 plus 15 5 raised to k minus 5. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി ബാലൻസ് എഴുതാണേ. 7 into 24m. ഈ കിടക്കുന്ന ടൈം കണ്ടതാ, ഈ -21 5 raised to k പ്ലസ് 15 5 raised to k നടക്കുന്നുണ്ടോ? അത് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. 5 raised to k 5 raised to k സെയിം അല്ലേ വന്നേക്കുന്നേ? അപ്പൊ ഏതൊക്കെ നോക്കുക? -21 പ്ലസ് 50, -21 പ്ലസ് 50 കൂടെ വന്നാൽ -21 15 കുറച്ചാൽ 6 5 raised to k. ഇനി എന്തുണ്ട്? 35 -5, 35 5 പോയി കഴിഞ്ഞാൽ +30. അപ്പൊ ഇതെങ്ങനെ വരും? 7 into 24m മൈനസ് ഇതിൽ നിന്ന് എനിക്ക് 6 കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? 6 into 5 raised to k, സോറി -6 കോമൺ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ -6 കോമൺ ആയിട്ട് എടുത്താൽ -6 into 5 raised to k പ്ലസ് 30യുടെ എന്ത് വരും? 5, സോറി മൈനസ് അല്ലേ കോമൺ ആയിട്ട് എടുക്കുന്നത്, അപ്പൊ ഇവിടെ മൈനസ് വരും. -6 കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടുത്തെ 5 raised to k അതേണക്ക് എഴുതി, ഈ പ്ലസ് മാറ്റി എന്ത് കൊടുക്കുക? മൈനസ്. ഈ ബ്രാക്കറ്റ് വന്നിരിക്കുന്ന 5 raised to k minus 5 എപ്പോഴും ഏതിന്റെ മൾട്ടിപ്ലൈ ആയിട്ടേ വരൂ? 4ന്റെ മൾട്ടിപ്ലൈ വരൂ. കേക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? 7 into 24m മൈനസ് 6 into 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ 4d എന്ന് കൊടുത്തു. മൾട്ടിപ്പിൾ ഓഫ് 4 ആയതുകൊണ്ട് 4d എന്ന് കൊടുത്തു. അപ്പൊ എന്ത് വരും? 7 into 24m മൈനസ് 6 into 4 24d. ഓക്കെ, ഇനി ഈ രണ്ട് ടേം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 24 കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ ഇതെന്ത് വരും? 24 into 7m മൈനസ് d. ഈ m ഒരു നമ്പർ ആണ്, d ഒരു നമ്പർ ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ നമുക്ക് q എന്നൊരു നമ്പർ എഴുതുന്നതിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതെന്തായിട്ട് മാറി? 24q. അപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്? p of k+1 ആണ് ചെയ്തു വന്നത്. അവസാനം എവിടെ വന്ന് നിൽക്കുകയാണ്? 24q. ഇതിന്റെ മീനിങ് എന്താ? 24q എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 24ന്റെ മൾട്ടിപ്പിൾ എന്നല്ലേ? അപ്പൊ p of k+1 എന്തിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറി? 24ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറി. ഇത് ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് എന്ത് പറയാം? p of k+1 ഈസ് ട്രൂ, ഹെൻസ് p of n ഈസ് ട്രൂ. അപ്പൊ p of k+1 ട്രൂ ആയി. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ.